ദീർഘിച്ച 2 മണിക്കൂറിലധികം സമയം ഭീകരമായ മരണനാഥം അവളുടെ നെഞ്ചിനെ ഭേദിച്ചുകൊണ്ടിരുന്നു. മുഖം തൊടുത്തു, കൈകൾ ഊതനിറം പൂണ്ടു, പാദങ്ങൾ മഞ്ഞുകെട്ട പോലെ തണുത്തു, ദേഹമാസകലം നിറച്ചു. മുഴുത്ത വിയർപ്പുതുള്ളികൾ നെറ്റിത്തടത്തിൽ പ്രത്യക്ഷപ്പെട്ട് കവിൾത്തടത്തിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. ശ്വാസതടസ്സത്തിൻ്റെ ഞെരുക്കം ക്രമേണ വർദ്ധിക്കുകയും ശ്വാസം വിടാൻ ശ്രമിക്കുന്നതിനിടയിൽ പലപ്പോഴും അറിയാതെ കരഞ്ഞു പോവുകയും ചെയ്തിരുന്നു. സിസ്റ്റർ ജനവീവ് അവളുടെ നെറ്റി തുടയ്ക്കുകയും ഉണങ്ങിയ ചുണ്ടുകളെ ഐസ് തുണ്ടുകൊണ്ട് നനയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചറേസ്യ ചേച്ചിക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു. 6 മണിക്ക് ആഞ്ചലൂസ് മണി അടിക്കുന്നത് കേട്ടപ്പോൾ ആസന്നമായ മരണയായ ചെറുപുഷ്പം പുഞ്ചിരി മാതാവിൻ്റെ നേർക്ക് ആവേശത്തോടെ നോക്കി. അവൾ ക്രൂശിത രൂപം മുറുകെ പിടിച്ചിരുന്നു. 2 മണിക്കൂറോളം ദീനമുറിയിൽ കാത്തുനിന്ന സമൂഹത്തെ ആ ശ്രമശ്രേഷ്ഠ പിരിച്ചുവിട്ടു. കൊച്ചറേസ്യ നെടുവീർപ്പോടെ ചോദിച്ചു, അമ്മേ, മരണവേദന ഇതുവരെയും ആയില്ലേ? ഞാൻ മരിക്കാറായില്ലേ? ആയിട്ടുണ്ട് എൻ്റെ സാധു കുഞ്ഞെ. ഇത് തന്നെയാണ് മരണവേദന. എങ്കിലും ഏതാനും മണിക്കൂർ കൂടി ദീർഘിപ്പിക്കുവാൻ നല്ല ദൈവം തിരുമനസ്സായേക്കാം. കൊള്ളാം, ആയിക്കൊള്ളട്ടെ. സഹിക്കേണ്ട സമയം കുറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളുടെ തലയണിയിൽ വലതുവശത്തേക്ക് ചരിഞ്ഞു. ആശ്രമശ്രേഷ്ഠ ദീനമുറിയിൽ മണിയടിക്കാൻ പറഞ്ഞു. സഹോദരിമാർ വീണ്ടും ഓടി വന്നു. എല്ലാ വാതിലുകളും തുറന്നിടുക, മരിയ ഗൊൺസാഗ കൽപ്പിച്ചു. സമൂഹം വീണ്ടും കട്ടിലിന് ചുറ്റും മുട്ടുകുത്തുന്നതേയുള്ളൂ. കൊച്ചറേസ്യ ക്രൂശിത രൂപത്തെ നോക്കിക്കൊണ്ട് തെളിഞ്ഞ സ്വരത്തിൽ ഉച്ചരിച്ചു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഉടൻ തന്നെ അവളുടെ കണ്ണുകൾ നവജീവൻ പൂണ്ട് പരിശുദ്ധയുടെ തിരുസ്വരൂപത്തിന് അല്പം മുകളിൽ ഉറച്ചു. അവളുടെ മുഖം പൂർണ്ണ സുഖമായിരുന്നപ്പോൾ എന്ന പോലെ ആകാര സുഷമ പ്രാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കും. യേശുമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.